എല്ലാവർക്കും ഇപ്പോൾ ഉള്ളൊരു കൺസേണാണ് ബാങ്കുകളിലെ FD റേറ്റ്സ് എല്ലാം വളരെ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ഇതിനേക്കാൾ ബെറ്റർ റിട്ടേൺ കിട്ടാൻ എന്താണ് ഓപ്ഷൻ എന്നുള്ളത്. ഇതിൽ പലർക്കും ഉള്ളൊരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു റിട്ടേൺ ആയാലും മതി, മാർക്കറ്റ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നതിന് താല്പര്യമില്ല. ഒരു ഷോർട്ട് ഡ്യൂറേഷനിലേക്ക് ഉള്ളതോ അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷനിലേക്കാണെങ്കിൽ തന്നെ റിസ്ക് ഒഴിവാക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ബാങ്ക് FD വളരെ താഴേക്ക് വന്നതുകൊണ്ട് പിന്നെ എന്താണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ്. ഇതിന് ഗവൺമെൻറ്റിൻ്റെ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കണക്ട് ചെയ്താൽ അവർ കുറച്ച് നല്ല സ്കീമുകൾ റൺ ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്ന് ഒരു നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ അറൗണ്ട് 7.5% വരെ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ബാങ്ക് റേറ്റിനേക്കാൾ ബെറ്റർ റിട്ടേൺ നിങ്ങൾക്ക് അവിടെ ജനറേറ്റ് ആയി കിട്ടും. പിന്നീടുള്ളൊരു ഓപ്ഷൻ FD പോലെ തന്നെയുള്ളതാണ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന രീതിയിൽ ടേം ഡെപ്പോസിറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതും ഈ പറഞ്ഞ പോലെ ബാങ്ക് FDയേക്കാൾ നല്ലൊരു റിട്ടേൺ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഇപ്പോഴത്തെ ഒരു ഇതിൽ അറൗണ്ട് 6.9 to 7.5 വരെ അതിനും റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു സ്കീമാണ് നമ്മൾ മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്ത് പോയിട്ട് അതിൽ നിന്ന് ഒരു എമൗണ്ട് ആക്കിയിട്ട് അതിന് വരുന്ന ഒരു റിട്ടേൺ രീതിയിലുള്ളത്. അതും ബാങ്ക് റേറ്റിനേക്കാൾ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇതിന് ഇൻഡിവിജ്വലായിട്ടും ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ട് വെച്ചിട്ട് അതിലും ചെയ്യാം. ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ അത് മാക്സിമം ഒരു 9 lakh വരെ മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീടുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ്റ് അക്കൗണ്ടിൽ ചെയ്യാം. ജോയിൻ്റ് അക്കൗണ്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ 15 lakh വരെ നിങ്ങൾക്കതിൽ ചെയ്യാം. അപ്പോൾ ഓരോ മാസം എത്ര രൂപ വെച്ചാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ഈ ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾക്കതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോകാം. ഇതിനെല്ലാം തന്നെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അവരുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. ഈ ലാസ്റ്റ് ഞാൻ സംസാരിച്ച മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന സ്കീമിന് നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് അറൗണ്ട് 7 to 7.5 വരെ അതിന് റിട്ടേൺ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കിൽ നമ്മൾ വെക്കുന്നതിനേക്കാൾ ബെറ്റർ റിട്ടേൺ കിട്ടുന്ന, നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിസ്ക് ഒഴിവാക്കിയിട്ടുള്ള എന്നുള്ളൊരു പ്രൊട്ടക്ഷൻ കവറേജ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് പോസ്റ്റൽ സേവിങ് സ്കീമുകൾ.